അനൂസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അമൃതം പൊടി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് നമ്മൾ അമൃതം പൊടി ഒരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി കട്ടയില്ലാതെ എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊരു 4 ടേബിൾ സ്പൂൺ കലക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി അതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. 1/2 ലിറ്റർ പാല് ഞാനൊന്ന് മുകളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ പാലൊന്ന് ചൂടായപ്പോൾ നമുക്ക് പാലിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 ലിറ്റർ പാലിൻ്റെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു അമൃതം പൊടിയിലേക്ക് ഒരു കുത്തുണ്ട്, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ തീ നന്നായി കുറച്ചിട്ടിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ട് അമൃതം പൊടിയുടെ ഒരു കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ ഇപ്പോൾ കുറച്ചിട്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നന്നായി ഇളക്കി എന്താ പറയുക, അതൊരു കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇടയ്ക്ക് തീ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കണം, അടിപിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ പാല് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട്. കൂടുതൽ സമയവും ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ടിടാം. ഇനി തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഓഫാക്കി ഒന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറുകിയും കൂടി വന്നിട്ടുണ്ട് തണുത്തപ്പോഴേ. ഇനി അടുത്തായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ടയുടെ വെള്ളം എടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ 2 മുട്ടയുടെ വെള്ളം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുട്ടയുടെ ഒരു ടേസ്റ്റ് താല്പര്യം കുറവാണെങ്കിൽ 1 മുട്ടയുടെ എടുത്താലും മതി. 2 എണ്ണം എടുക്കുമ്പോഴാണ് അത്രയും നന്നായി പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇനി ഇതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഐസ്ക്രീമിന് കുറച്ച് പഞ്ചസാര മുന്നിലോട്ട് നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ രീതിയിൽ വേണം പഞ്ചസാര ഇടാൻ. ഇതിപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി അടിച്ചെടുത്ത ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന പാലിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ഒരു പകുതി ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു 2 മണിക്കൂർ ഫ്രീസറിൽ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ സെറ്റായ ശേഷം കാണിച്ചു തരാവേ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിരിക്കുകയാണ്. വീണ്ടും അതേ പാത്രത്തിലോട്ട് ഒഴിച്ച് നമുക്കിതിനെ ഫ്രീസറിലോട്ട് വയ്ക്കാം. 8 തൊട്ട് 10 മണിക്കൂർ വരെ വേണ്ടി വരും. ഞാനിപ്പോൾ രാത്രിയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ നേരം വെളുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം രാത്രി കഴിഞ്ഞു, ഇപ്പം നേരം വെളുത്തിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്കൂപ്പറൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വെച്ച് എടുക്കുന്നതാണ്. അപ്പോൾ വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളി ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് മുൻപേ ഒന്ന് ഇറക്കി വെച്ച് എടുക്കുന്നതിന് 5 മിനിറ്റ് മുൻപേ ഒന്ന് ഇറക്കി വെച്ചാൽ, ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചാൽ നമുക്കിനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒരു ബെൽ ബട്ടൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വേഗം വരാം. താങ്ക്